ഹലോ കൂട്ടുകാരെ, നമ്മളിതാ പോകുന്നത് നമ്മുടെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. വിശ്വചേട്ടൻ്റെ വീടിനടുത്തുള്ള പള്ളിമുക്കം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചൂട്ടുപിടുത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഭരണിയുടെ അന്നാണ് അവിടുത്തെ ചൂട്ടുപിടുത്തവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം നമ്മുടെ ചെട്ടികുളങ്ങര അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ അന്നാണ്. അപ്പോൾ ഇവിടുത്തെ അമ്മ ചെട്ടികുളങ്ങര അമ്പലത്തിലേക്ക് പോകും എന്നൊക്കെയാണ്. അപ്പോൾ ഐതിഹ്യ കഥ എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. ചില ആൾക്കാർ പറയും നമ്മളുടെ പാപങ്ങളൊക്കെ മാറാനാണ് എന്ന് പറയും. പക്ഷേ ഒരുപാട് ജനങ്ങളാണ്, ഇവിടുന്നൊക്കെയോ ഒരുപാട് ജനങ്ങൾ, ഒത്തിരി സ്ഥലത്തു നിന്നൊക്കെ ജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ഭംഗിയാണ് ഇത് കാണാൻ. നാമജപവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ ഈ ചൂട്ടും പിടിച്ചിങ്ങനെ നിൽക്കും. അപ്പം ഒരു സൈഡിൽ വയലാണ്, ആ വയലിൻ്റെ അപ്പുറത്തെ കരഭാഗവും ഒക്കെ എടുത്തിട്ട് ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് കാണാൻ ഒരുപാട് ദൂരെ നിന്നും ആൾക്കാർ ഈ ചൂട്ട് പിടിച്ച് നിൽക്കുന്നതൊക്കെ. അങ്ങനെ കുഞ്ഞാപ്പി ഇപ്രാവശ്യം ഒരു ചൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. വിശ്വചേട്ടനും എടുത്തു, അമ്മയും എടുത്തു, ഞങ്ങൾ 4 പേരും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചൂട്ടുപിടുത്തവും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. അപ്പോൾ എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ചൂട്ടുപിടുത്തം കഴിഞ്ഞ പുറകിന് തന്നെ നമ്മൾ പിന്നെ വേറൊരു ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് പോയേക്കുന്നത്. അങ്ങനെ അമ്പലത്തിനാലെന്നും പറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പം ഞാൻ പഠിച്ച സ്കൂളിനടുത്താണ് കേട്ടോ, എടക്കുന്നം. അപ്പം അവിടുത്തെ ഉത്സവമാണ്. അപ്പം അതും ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ട പുറകിന് തന്നെ നമുക്ക് ചെട്ടികുളങ്ങര പോകണം എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഒരുപാട് സമയം ആയതുകൊണ്ട് പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇവിടുത്തെ ഉത്സവം നമ്മൾ വളരെ ഗംഭീരമായിട്ട് കുറേ നേരം അവിടെ നിന്ന് കണ്ടു കേട്ടോ. അപ്പം എഴുന്നള്ളത്തും കാര്യങ്ങളെല്ലാം വരുന്നിടം വരെ നമ്മൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ പുറകിന് തന്നെ ഒരുപാട് താമസിച്ചത് കൊണ്ട് പിന്നെ നേരത്തെ തന്നെ നമ്മൾ വീട്ടിലോട്ട് ഇങ്ങ് പോരുവാണ് ചെയ്തത്. അങ്ങനെ പിന്നെ ഉത്സവമൊക്കെ ഗംഭീരമായിട്ട് കണ്ട് അങ്ങനെ വീട്ടിൽ പോന്നു. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.